രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിന്റെ ഫലമായാണ് തനിക്ക് ഗർഭഛിദ്രം സംഭവിക്കുന്നതെന്ന് മൂന്നാമത്തെ പരാതിക്കാരി. രാഹുലിന്റെ വലം കൈയും KSU നേതാവുമായ ഫെനി നൈനാൻ പരാതിക്കാരിയുടെ ചാറ്റുകളുടെ കുറച്ചു ഭാഗങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്നാണ് അവർ പ്രതികരിച്ചത്. രാഹുലിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ഫെനി നൈനാൻ അപൂർവമായ ചാറ്റുകൾ പുറത്തുവിട്ടതെന്ന് അതിജീവിത ആരോപിക്കുന്നു. രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിന്റെ ഫലമായിട്ടാണ് 2024 മെയ് മാസത്തിൽ എനിക്ക് മിസ്കാരേജ് സംഭവിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിലുള്ള വൈകാരിക ബന്ധം രാഹുലിനോടുണ്ടായിരുന്നു. ആ സമയത്താണ് ഫെനി നൈനാനെ പരിചയപ്പെടുന്നത്. എന്റെ അവസ്ഥകൾ മനസ്സിലാക്കിയ ഫെനി എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു. ശബ്ദ സന്ദേശത്തിൽ പെൺകുട്ടി പറഞ്ഞു. രാഹുലിന് കോടികളുടെ ബാധ്യതയുണ്ടെന്നും സമരത്തിനിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലെന്നും പറഞ്ഞ് ഫെനി തന്നെ വിശ്വസിപ്പിച്ചതായും പെൺകുട്ടി വെളിപ്പെടുത്തി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചൂരൽമല ഫണ്ടിങ്ങിന്റെ ഭാഗമായുള്ള കൂപ്പൺ ചലഞ്ചിൽ പങ്കെടുക്കാൻ ഫെനി തന്നെ നിർബന്ധിച്ചു. രാഹുലാണ് വിജയെ പ്രഖ്യാപിക്കുന്നതെന്നും അതിനാൽ സമ്മർദ്ദം ചെലുത്തി സമ്മാനം നേടിയെടുക്കണമെന്നും ഫെനി പറഞ്ഞതായി പെൺകുട്ടി ആരോപിക്കുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് രാഹുൽ വീണ്ടും തന്നെ സമീപിച്ചതായി പെൺകുട്ടി പറയുന്നു. പിന്നീട് കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വിളിച്ചപ്പോൾ കാണാൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം മുഴുവൻ രാഹുലിന്റെ സ്റ്റാഫ് തന്നെ പലയിടങ്ങളിലായി ഓടിച്ചു. ഫെനി പുറത്തുവിട്ട 3-4 മണിക്കൂർ കാണണം എന്ന ചാറ്റ് തനിക്കുണ്ടായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടിയായിരുന്നുവെന്നും അല്ലാതെ ഫെനി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പോലെ മറ്റൊന്നുമില്ലെന്നും അതിജീവിത വ്യക്തമാക്കി.